ഹലോ ഗൈസ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 17ാമത്തെ എപ്പിസോഡ്. നമ്മൾ ഇന്നൊരു ഓട്ടോമാറ്റിക് ഷീപ്പ് ഫാർം ഉണ്ടാക്കാൻ പോകും. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു നോർമലായിട്ട് മാനുവലായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഫാർം ചെയ്യാൻ പറ്റുന്ന ഒരു ഫാർം ഉണ്ടാക്കണം. പിന്നെ ഓട്ടോമാറ്റിക് നമുക്ക് AFK നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത് അധികം പാടുമൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്കിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. അങ്ങനെ ഒരു നോർമലായിട്ട് നമ്മൾ ആർമറൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. എന്ത് രസമായിരുന്നു ഗൈസ് ഒരു സംഭവം. പിന്നെ നിങ്ങൾ നോക്കുന്നതായിരിക്കും നമ്മുടെ വിക്കി ഇപ്പോൾ കാണുന്നില്ല. വിക്കിയെ ഞാൻ തന്നെ അറിയാണ്ട് കൊന്നത്. ഇപ്പോൾ ഒന്നുമല്ല, കുറേ 2-3 എപ്പിസോഡൊക്കെ മുമ്പ് നമ്മളൊരു ആർമറൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കുക്കി അല്ലായിരുന്നു തിന്നുകൊണ്ടായിരുന്നത്. അപ്പോൾ ആ കുക്കി എടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തതാണ് ഗൈസ്. അത് അറിയാണ്ട് ഫീഡ് പോയി. ഞാനത് സ്റ്റാൻഡ് കൊടുത്താണ്, പക്ഷേ അത് സ്പീഡായിരുന്നു. കാരണം കുക്കി തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുക്കി വെച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് ചത്തുപോയി. പോയിസൺ അടിച്ച്. ഞാൻ വിളിച്ച് 1-2 കുക്കി തിന്നുമ്പോഴായിരിക്കും പോയിസൺ കയറുന്നത്, പക്ഷേ അങ്ങനെയല്ല, ഒറ്റ കുക്കി തന്നെ ആൾ ചത്തുപോയി. എനിക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരണം. വിക്കി എന്ന് തന്നെ പേരുള്ള ഒരു ഹോഴ്സിനെ കൊണ്ടുവരണം എനിക്ക് താല്പര്യമുണ്ട് നല്ല. ഓക്കെ, അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫാർമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ഞാനിവിടെ ഒരു ഷീപ്പ് ഫാർം ഉണ്ടാക്കുന്ന സംഭവം കളക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഫാർമൊന്നും മറക്കാനില്ല കേട്ടോ. ഷുഗർ കെയിൻ ഫാർം നമുക്കൊന്ന് പൊട്ടിച്ച് മാറ്റാം ഗൈസ്. കാരണം ഇനി ഞാനെന്തായാലും ഇത് കൊണ്ട് നടക്കുന്നില്ല. കാരണം ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഫാർം ഉണ്ടാക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. 18 എണ്ണം ഉണ്ട് ഗൈസ്. ഇപ്പോൾ വന്ന നമുക്ക് സ്റ്റാക്കുണ്ട്. പിന്നെ ഞാൻ ഒരു പുതിയ റീസോഴ്സ് പാക്ക് എടുത്തിട്ടുണ്ട്, നൈറ്റ് വിഷൻ. ഓക്കെ, പിന്നെ FOV കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ പോയിട്ട് ഒരു ഫാർം ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. ഞാൻ അവിടെ അത് ഉണ്ടാക്കാനുള്ള റീസോഴ്സ് എല്ലാം ഞാൻ അവിടെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ 2 ഷീപ്പിനെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഗൈസ്. പിന്നെ നമ്മുടെ വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഫാമിലായിട്ട് കംപ്ലീറ്റ് ഞാൻ നട്ട് വീട്ടിൻ്റെ സീഡ്. ഇപ്പോൾ വളർന്ന് നിൽക്കുന്നതും കൂടെ നമുക്കൊന്ന് ഹാർവെസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, 8 എണ്ണം പിന്നെ കുറച്ച് സീഡുണ്ട് ഗൈസ്. ഓൾറെഡി ഇതിനകത്ത് ഒരു സ്നാക്ക് അടുപ്പിച്ച് ആവാറായി, അത് ആയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇടുന്ന സീഡെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ ട്രൈഡൻ്റ് തന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എടുത്ത് അറിയാണ്ട് എൻ്റെ കൈ കയറി ഗൈസ് ഈ ഒരു ട്രൈഡൻ കില്ലറിൻ്റെ. അങ്ങനെ അതെടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. ഞാൻ പിന്നെ അറിഞ്ഞോണം. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്യൂറബിലിറ്റി പോകും. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഈ ഒരു സീൽ ടച്ച് പിക്കാക്സ് തിരിച്ച് മെൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അല്ലല്ല ഗൈസ്, നമുക്കിന്ന് ആവശ്യമുണ്ട്. എന്നാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കത് വെച്ചിട്ട് കുറച്ച് ഗ്രാസ് ബ്ലോക്ക് വേണം ഗൈസ്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് കുറച്ച് ഗ്രാസ് ബ്ലോക്ക് അടിച്ച് മാറ്റാൻ. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ആ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള. അവിടെ ഇത്ര സാധനമുണ്ട് അത് ഉണ്ടാക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് ഒരു ഗ്രാസ് ബ്ലോക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫാർമ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഡിസൈൻ ചെയ്യാനായിട്ട് അത്രയ്ക്ക് വലിയ ഫാർമൊന്നും അല്ല ഗൈസ്. പിന്നെ ഞാനിത് യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയല്ല. നെതർ വാർട്ടും കൂടെ ഒന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ. 24 എണ്ണമാണ് ഇത് ഓൾറെഡി നട്ടിട്ടുള്ളത്. ഇപ്പോൾ എത്ര കിട്ടും? 24-നെ നമുക്ക് ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടും. ഓക്കെ, ഒരു സ്നാക്ക് കിട്ടി ഗൈസ്. ഒരു സ്റ്റാക്ക് അടുപ്പിച്ചല്ല, ഒരു സ്റ്റാക്ക് മേളിലും കിട്ടും. ബാമ്പു ഒക്കെ പോലെ ആണ്. ഇപ്പോൾ 2 സ്റ്റാക്ക് 4 എണ്ണം ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ആ ഒരു ഫാർം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ടൈം ലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ടോ.
ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ ഒരു ഫാർം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് ഈ 5 പേര് തന്നെ മതി. ഇനി ഞാൻ ഇതിനെ ബ്രീഡ് ചെയ്യുന്നില്ല. ശബ്ദം കുറച്ച് കിട്ടേ, ഇമാരെ സൗണ്ട് കേൾക്കാൻ വയ്യ. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിമിലോട്ട് പോകാം ഗൈസ്. ഇനി ഞാൻ എന്തായാലും ഇവന്മാരെ ബ്രീഡൊന്നും ചെയ്യുന്നില്ല ഗൈസ്. ഇനി നമുക്ക് 5 പേര് തന്നെ മതി. അല്ലെങ്കിൽ വെറുതെ ചെയ്തേക്കാം ഗൈസ്, നമുക്ക് ബോള് കിട്ടുമല്ലോ. ഓക്കെ, 5 പേരുണ്ട് ഇതിനകത്ത് ഇപ്പം. ഓക്കെ, കുട്ടികളെയും കൂടെ ഒന്ന് വലുതാക്കാം. ഓക്കെ, ഇവനെയും കൂടെ ഒന്ന് വലുതാക്കാം. ഫീഡ് കൊട്ടറേ ഇവന്മാരിടക്കേടി വന്നു. ഓക്കെ, എൻ്റെ ഒരു സ്റ്റാക്ക് തീർന്നു ഗൈസ്. ഇപ്പോൾ ഒരു 5-6 പേരെങ്ങാണ്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കിട്ടുന്ന അനുസരിച്ച് വന്ന് ബ്രീഡ് ചെയ്യാം. പിന്നെ നമ്മൾ സഫക്കേറ്റ് ചത്തുപോകും. ഒരു ബ്ലോക്ക് എങ്ങാണ്ട് 24 പേർക്കേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അത് ബെഡ് റോക്കിലുണ്ടോ എന്തോ. അതിൻ്റെ കുരുപ്പ് എന്ത് ചെയ്യാൻ മറ്റേ ഇടയ്ക്ക് നിൽപ്പുണ്ട്. ഞാൻ എന്തായാലും ആ ഫാർമൊന്ന് ഓണാക്കാം. അന്നേരം ഇവന്മാരുടെ ഷെയർ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ നമ്മൾ ടെമ്പററി ആയിട്ട് വെച്ച കുറച്ച് ബ്ലോക്ക് ഉണ്ട്, അത് പൊട്ടിച്ചോളാം. ഈ ടോർച്ച് അറിയാണ്ട് പൊട്ടിച്ച് അത് നമുക്കിതിനകത്ത് നല്ല നല്ല ബ്ലോക്സ് ഒന്നും പൊട്ടിക്കാൻ പാടില്ല. ഓക്കെ, ഇതൊന്ന് കൊളുത്തണം. ഇവിടെ അത് തന്നെ. ചിലതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചിലപ്പോൾ 1-2 എണ്ണമൊക്കെ ആയിട്ട് ബ്രീഡ് പൊട്ടുവാണെങ്കിൽ അതിനകത്ത് വീഴും എന്നാണ് തോന്നുന്നത്. അവിടെ കുറച്ചുകൂടെ വീറ്റ് വളർന്ന് നിൽപ്പുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇവന്മാർക്ക് കൊടുക്കാം. അന്നേരം ഇനിയും ബ്രീഡാവുമായിരിക്കും. ഗൈസ്, ഞാനിത് കംപ്ലീറ്റ് അടച്ചപ്പോഴത്തേക്കും കുറച്ച് ഷീപ്സ് പുറത്തേക്ക് ചാടിപ്പോയി ഗൈസ്. ഞാനതിൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഇതിനുള്ള ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇങ്ങനെ ഷീപ്പ് ഫാർമാണ് ഉണ്ടാക്കിയത് ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ.